guys, welcome back to my channel. Another weekend, yet another place to explore. Violet skies and countryside, it all comes flooding back to me in watercolor when we ഇതിപ്പം ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് we're almost there. In 200 meters, turn right. നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ ഇടയ്ക്കൊന്ന് പറ്റിക്കാൻ നോക്കി. ഐ മീൻ അത് ഈസി റൂട്ട് കാണിക്കാൻ നോക്കിയതാണ്. അതിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു ഓഫ് റോഡിങ് ആയിരുന്നു. ബട്ട് ദെൻ നമ്മൾ നേരെ തന്നെ വന്നിട്ട് ഒരു 3 to 4 kilometers എക്സ്ട്രാ ഡ്രൈവ് ചെയ്യണമെന്നേ ഉള്ളൂ. യു ഗെറ്റ് എ നൈസ് റോഡ്. ദേ മുൻപിലൊരാൾ പോയി നോക്കിക്കേ. ആള് മോർണിംഗ് വാക്കിനാണ്. റൈറ്റ് നൗ നമ്മൾ നിൽക്കുന്നത് റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമയിൽ യുഎഇയുടെ തന്നെ ഓൾഡസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ഫോർട്ടിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതിവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റ് ഹൗസ് ആണ്, കാലത്ത് ദയ റെസ്റ്റ് ഹൗസ്. Caught up in the memory of when we talk all night, drinking cheap white wine. I let you see my darkness, then I fell in love, but you gave me. നമ്മൾ ജസ്റ്റ് ഇവിടെ എത്തിയതേ ഉള്ളൂ. വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. അപ്പം നമ്മൾ ഇനി മേളിലേക്ക് കയറാൻ പോവാണ്. ആൻഡ് ഈ ഒരു ഫോർട്ട് 19th century ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണ്. അപ്പം ബേസിക്കലി എനിമീസിൽ നിന്നും എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ഫോർട്ടാണ്. ആൻഡ് ഇതാണ് കേട്ടോ ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയ. ഒരു റെസ്റ്റ് ഹൗസ് പോലൊരു ബിൽഡിംഗ് ഉണ്ട് റൈറ്റ് ഇൻ ഫ്രണ്ട്. ആൻഡ് ഇതൊരു സ്മോൾ ഹൈക്കാണ് കമ്പയർഡ് ടു ദ ലാസ്റ്റ് ഹൈക്ക് വി വെൻറ്റ്. ദിസ് ഇസ് എ വെരി സ്മോൾ ഹൈക്ക്. ഇത് ഫുൾ ഇങ്ങനെ സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് കയറി നമ്മൾ മേലിലെത്തണം. സോ ലെറ്റ്സ് ഗോ. ആ മേളിൽ കാണുന്നതാണ് ഫോർട്ട്. നമ്മൾ ഹാഫ് വേ പോലും എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. ബട്ട് ലെറ്റ്സ് കീപ് മൂവിങ്. സോ വി ആർ ഹാഫ് വേ ത്രൂ. കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ അവിടെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ആക്ച്വലി നമ്മൾ നേരത്തെ വന്നേക്കാണ്. ഇത് ആക്ച്വലി ദുബായിൽ നിന്ന് അറൗണ്ട് 1.5 hour ജേർണി ഉണ്ട്. സോ വി ലെഫ്റ്റ് അറ്റ് അറൗണ്ട് 4:30. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്കിവിടെ എത്താൻ പറ്റിയത്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നല്ല സണ്ണി ആകും കേട്ടോ. സോ അതിന് മുൻപ് നമുക്ക് മേലെ കയറി ഫോട്ടോയൊക്കെ കണ്ട് ആ ഒരു സൺ വരുമ്പോഴേക്കും നമുക്ക് താഴേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ ഈ പറയല്ലോ ലൈക്ക് ദുബായിലെ സമ്മേഴ്സ് ലൈക്ക് സ്കോച്ചിങ് ഹീറ്റ്, വിൽ ഗെറ്റ് ടയേർഡ് വെരി സൂൺ. സോ നമ്മളിപ്പോൾ എവിടെ പോയാലും ഈ ഒരു ടൈമിങ്ങിലാണ് പോയിട്ട് വരുന്നത്. ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. സോ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, ഡേറ്റ്സിൻ്റെ ഫാമിംഗ് ആണ്. ആൻഡ് അവിടെ ഒരുപാട് ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിന്നൊരു വ്യൂ ലൈക്ക് കുറച്ചൊരു ഡ്രൈ വ്യൂ ആണ്. ലൈക്ക് ഗ്രീനറി അധികം കാണുന്നില്ല ഈ ഒരു സൈഡിൽ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ പ്രിറ്റി ഗുഡ് വ്യൂ. Violet skies and countryside, it all comes flooding back to me in watercolor when we had each other. Caught up in the memory of when we talk all night, drinking cheap white wine. Really, we are here. Then I fell in love, but you gave me up. I still don't know what. Welcome to Daya Fort, Ras Al Khaimah. I'm just a little nostalgic. I know we're over and I should move forward. I'm just a little nostalgic. So
സോ ഇതാണ് UAE തന്നെ ടോളസ്റ്റ് ആൻഡ് മോസ്റ്റ് ഏൻഷ്യൻറ്റ് ഫോർട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 19th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണ്. ഇതൊരു ചെറിയൊരു ഏരിയ ആണ് കേട്ടോ. ലൈക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ്. ബട്ട് സ്റ്റിൽ വൺ ടൈം വാച്ചാണ്. ഇത് മെയിനായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം വർത്തി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ലൈക്ക് ഒരുപാട് ആംഗിളിൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സോ ഫോട്ടോഷൂട്ടിനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് നല്ല അടിപൊളി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം. ബിക്കോസ് ഇതിൻ്റെ ഒരു സൈഡ് ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് മൗണ്ടൻസും ഈ ഒരു സൈഡിൽ നമുക്ക് സീ ഒക്കെ കാണാം. ആൻഡ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ആൻഡ് അഗെയിൻ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഇപ്പം, അതുകൊണ്ട് എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബട്ട് അതർവൈസ് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഏരിയ. ഇങ്ങനൊരു ഡോറുണ്ട്. ജസ്റ്റ് ഓപ്പൺ. ചെറിയൊരു റൂമാണ് കേട്ടോ. റൂഫൊക്കെ ഇത് ഇതുപോലെയാണ്. പിന്നെ ഇത് സ്റ്റേഴ്സ് പോലെ ബിൽഡ് ചെയ്തേക്കുന്നതാണ്. അതായത് ഇവിടെ ഒരു ഡോർ കാണുന്നത് അവർ ലോക്ക് ചെയ്തിട്ടേക്കാണ്. പക്ഷേ ലൈക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറി സോ അവിടെ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമുക്കത് ലോക്ക് ചെയ്തിട്ടേക്കാണ്. This is how it looks. So ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ കയ്യിൽ നിന്ന് കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലുക്ക് ഔട്ട് പോലെ വെച്ചേക്കുന്ന ഒരു ലൈക്ക് പണിതീർത്ത ഒരു ഫോർട്ടാണിത്. സോ അതുകൊണ്ട് തന്നെ UAE ഗവൺമെൻറ് നല്ലതുപോലെയാണ് ഈ ഒരു പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്കിങ്ങനെ കയറി വരുന്ന സ്ഥലത്തൊക്കെ ലൈക്ക് ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. ലൈക്ക് എല്ലാ പോയിന്റിലും അവർ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ലൈക്ക് സോ വരുന്ന ആൾക്കാർ ഇവിടെ ഒന്നും ലൈക്ക് ലിറ്റർ ചെയ്യാതിരിക്കാൻ. ഇവിടെ ആയാലും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ ബേസിക്കലി ലൈക്ക് അതൊരു എൻട്രൻസ്. പിന്നെ ഈ ഒരു സ്മോൾ ഫോർട്ട് ലൈക്ക് രണ്ട് സൈഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ ഒരു പ്ലേസും ആൻഡ് നമ്മുടെ UAE ഫ്ലാഗ് ഇവിടെ ഉണ്ട്. നമുക്ക് ആ ഒരു സൈഡിൽ പോയി വ്യൂ നോക്കാം കേട്ടോ. ആ കാണുന്നതൊക്കെ ഡേറ്റ് ഫാംസ് ആണ് കേട്ടോ. ആൻഡ് പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ചൊരു ടൗൺ, ചെറിയൊരു ടൗണിലാണ് ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാം. ആൻഡ് അങ്ങ് ദൂരെ നമുക്കിത് സീ കാണാം. സോ ഇതാണ് ഇവിടുത്തെ വ്യൂ. മൗണ്ടൻസ്, ഫോർട്ട്, സ്മോൾ ടൗൺ ആൻഡ് എ സീ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് നമുക്ക് ലൈക്ക് ഡിഫറെൻറ്റ് എന്താ ആംഗിൾസ് നമുക്ക് നല്ല ഫോട്ടോ ലൈക്ക് ഇൻസ്റ്റഗ്രാം വർത്തി ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. അപ്പം ഇവിടെ UAE ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു വീക്കെൻഡിൽ ഒരു ലോങ് ഡ്രൈവും കൂടെയാണ്. ഇവിടെ വന്ന് ഈ ഒരു ഫോട്ടോയൊക്കെ കാണുക, ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുക. ആൻഡ് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ആസ് യൂഷ്വൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ.